തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിൻ്റെ 10ാമത്തെ അധ്യായമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കറുത്തമ്മയുടെ കല്യാണമാണ് 10ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ അടിയന്തരം എന്നാണ് കല്യാണ സദ്യയെ അധ്യായത്തിൽ അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ചെമ്പൻ കുഞ്ഞിൻ്റെ വീട്ടിലെ കല്യാണം ആയതുകൊണ്ട് തന്നെ അടുത്തുള്ളവരൊക്കെ നല്ല കല്യാണമാവുമെന്ന് വിചാരിച്ചു, നല്ല സദ്യയൊക്കെ ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ചെമ്പൻ കുഞ്ഞിനായിരുന്നു വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്കയും ചെമ്പൻ കുഞ്ഞും തമ്മിൽ ഇടയ്ക്ക് അതിനെക്കുറിച്ചുള്ള വഴക്കുകൾ നടന്നു. അപ്പോൾ കറുത്തമ്മയാണ് പിന്നെ അതിൽ സമാധാനം ഉണ്ടാക്കിയിരുന്നത്. കറുത്തമ്മയ്ക്ക് തന്നെക്കുറിച്ച് ആരെങ്കിലും വഴക്ക് കൂടുന്നതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടിയാൽ മതി, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു തോന്നലായിരുന്നു കറുത്തമ്മയ്ക്കും. കല്യാണത്തിന് തുറയിലരയനെ ക്ഷണിക്കണം. അപ്പോൾ ഔപചാരികമായിട്ട് ചടങ്ങുകൾ തുടങ്ങണമെങ്കിൽ അയാളെ ക്ഷണിച്ചിട്ട് വേണം. വെറ്റിലയും പുകയിലയും പണമൊക്കെ കാഴ്ചവെച്ച് ചെമ്പൻ കുഞ്ഞ് അയാളെ ക്ഷണിച്ചു. അയാൾക്ക് സന്തോഷമാവുകയും ചെയ്തു. അപ്പോൾ കല്യാണത്തിൻ്റെ ദിവസം നേരത്തെ വരാമെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു. കല്യാണം അത്ര മോടിയായിട്ടൊന്നും നടത്തണമെന്ന് ചെമ്പൻ കുഞ്ഞ് വിചാരിച്ചിട്ടില്ലെങ്കിലും എങ്ങനെയൊക്കെയോ അയാൾ വിചാരിച്ചതിൽ കൂടുതൽ ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു. തുറയിലരയെ നേരത്തെ തന്നെ വന്നു. തൃക്കുന്നപ്പുഴ പഴനിയുടെ ദേശമാണ്. അവിടുന്ന് ആകെ 10-15 പേരാണ് എത്തിയത്. അവരിലാരും തന്നെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയായി ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ഇടയിൽ. അതായത് ഒരു പെണ്ണുമില്ലാണ്ട് ആണുങ്ങളുടെ കൂടെ എങ്ങനെയാണ് ഈ പെൺകൊച്ചിനെ പറഞ്ഞയക്കുകയെന്ന് നല്ല പെണ്ണും ലക്ഷ്മിയും കാളിക്കുഞ്ഞും ഒക്കെ തന്നെ ഇങ്ങനെ ചോദിച്ചു. അത് ചക്കിയുടെ ചെവിയിലെത്തി. ചക്കിക്കും അതൊരു ശരി തന്നെയാണെന്ന് തോന്നി. അങ്ങനെ കല്യാണത്തിൻ്റെ സമയമായി. അപ്പോൾ അരയൻ പഴനിയെയും കൂട്ടരെയും വിളിച്ച് പണം കെട്ടേണ്ട സമയത്ത് അവരോട് പണം കെട്ടാനായിട്ട് പറയണം. അപ്പോൾ അരയൻ 75 രൂപ കെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വരൻ്റെ വീട്ടുകാരൊക്കെ സ്തംഭിച്ചു പോയി. കാരണം അപ്പോൾ അവർ അതിനെക്കുറിച്ചുള്ളൊരു സംസാരമായി. പിന്നെ ഞങ്ങളും ഒരു തുറയെന്ന് വരുന്നതാണ്, ഞങ്ങളോട് ചോദിക്കേണ്ടതായിരുന്നു, അതൊന്നും ചോദിക്കാണ്ട് ഒറ്റയടിക്ക് അരയൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾ ഈ കല്യാണം മുടക്കാനാണോ എന്നൊക്കെ അരയനോട് വരൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്. അരയന് അത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ അതിന് ഒരാട്ടാട്ടിയും കൊണ്ട് മറുപടിയും കൊടുത്തു. അപ്പോൾ അച്യുതൻ എന്ന് പറയുന്ന വരൻ്റെ കൂടെ വന്ന ആളും തുറയിലരയനും തമ്മിൽ വീണ്ടും അതേക്കുറിച്ചുള്ള തർക്കങ്ങളായി. അപ്പോൾ നിങ്ങൾ ഒരു 75 രൂപ കെട്ടാനില്ലാത്ത ഇത്ര തെണ്ടികളാണോ എന്ന് അരയൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ സഹിച്ചു. പിന്നെ ചെമ്പൻ കുഞ്ഞ് തൻ്റെ മോളെ 75 രൂപ കെട്ടാനില്ലാത്ത ആൾക്കാണോ കൊടുക്കുന്നത് എന്ന് വീണ്ടും ചോദിച്ചു. അത് പെണ്ണുങ്ങൾക്കും ഇഷ്ടമായി. കാരണം ഇത്രയും നല്ലൊരു പെൺകൊച്ചിനെയും ഇത്രയും കാശുണ്ടായിട്ട് വീടും കൂടൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്തിനാണ് കൊടുക്കുന്നതെന്ന് അവിടെ എല്ലാവരും പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെമ്പൻ കുഞ്ഞ് മിണ്ടാതെ നിൽക്കുകയാണ്. അച്യുതൻ എന്ന് പറഞ്ഞ ആൾ പഴനിയുടെ വീടിനെക്കുറിച്ചും പഴനിയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റു പെണ്ണുങ്ങൾക്ക് കറുത്തമ്മയോടുള്ള സഹതാപം ഒന്നും കൂടി കൂടി. ഏതായാലും ചെറുക്കൻ്റെ സ്ഥിതി നോക്കിയിട്ടല്ല പണം കെട്ടാൻ പറയുന്നത്. അവസാനം തുറയിലരെ പറഞ്ഞു, നല്ല പെൺകൊച്ചാണ് അവൾ, അപ്പോൾ അതിനനുസരിച്ച് ഒരു കാശാണ് ചെറുക്കൻ കെട്ടേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് തുറയിലരയൻ മുന്നോട്ട് വെച്ചത്. വരൻ്റെ കൂട്ടത്തിലുള്ള വേറെയുള്ള ആളുകളും ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അരയൻ വീണ്ടും ചോദിച്ചു, എന്താടാ പിറുപിറുക്കുന്നത്? അപ്പോൾ അയാളുടെ മനസ്സിലുള്ളത് പറയാൻ തന്നെ തീരുമാനിച്ചു. നല്ല പെണ്ണിൻ്റെ കാര്യമൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെടാന്ന് ചോദിച്ചു. ഈ തുറ മുടിയാതെ അയക്കാനെ കൊണ്ടല്ലോ ഈ കല്യാണം നടത്തുന്നത്, തുറ മുടിഞ്ഞോട്ടെ, എന്നിട്ട് നാട്ടു നടപ്പില്ലാത്ത പണവും ചെറുക്കൻ കെട്ടണം, നല്ല കാര്യം എന്ന് വന്ന കൂട്ടത്തിൽ ഒരാൾ പറയുകയും ചെയ്തു. അപ്പോൾ ഇത് പറഞ്ഞതോടുകൂടി ചക്കി ബോധം കെട്ട് വീണു. എല്ലാവരും നടുങ്ങിപ്പോയി. കറുത്തമ്മ കരയാൻ തുടങ്ങി. അപ്പം അങ്ങനെ കറുത്തമ്മയെ സമാധാനിപ്പിക്കുകയും ചക്കിയെ ശുശ്രൂഷിക്കുകയൊക്കെ അടുത്തുള്ള പെണ്ണുങ്ങൾ ചെയ്തു. ചെമ്പൻ കുഞ്ഞാണെങ്കിലും ഭാര്യ മരിച്ചു പോകുമോ എന്ന് വരെ പേടിക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ ഈ സമയത്ത് ചക്കിക്കൊരല്പം ആശ്വാസം തോന്നിയപ്പോൾ ചെമ്പൻ കുഞ്ഞ് അച്യുതനെയും പഴനിയെ അടുത്ത് വിളിച്ചിട്ട് അയാൾ 75 രൂപ കൊടുക്കാൻ തയ്യാറായി. അത് വാങ്ങി പണം കെട്ടണമെന്ന് ചെമ്പൻ കുഞ്ഞ് പറഞ്ഞു. പഴനിക്ക് അത് സമ്മതമായി. അച്യുതനും അത് തന്നെ സമ്മതിച്ചു. അങ്ങനെ ചെമ്പൻ കുഞ്ഞ് കൊടുത്ത കാശുമായിട്ട് തുറയിലരയൻ്റെ അടുത്ത് പോവുകയും തുറയിലരയനെ കൊടുക്കുകയും ചെയ്തു. അയാൾ അതിലൊരു പങ്കെടുത്ത് ബാക്കി ചെമ്പൻ കുഞ്ഞിന് തന്നെ കൊടുത്തു. അങ്ങനെ കല്യാണം മുഹൂർത്തം തെറ്റാതെ നടന്നു. ചക്കിക്ക് ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാമെന്നായെങ്കിലും കണ്ണിൽ ഇരുട്ട് കയറുകയും ചെവി കൊട്ടിയടക്കുകയും അതേപോലെ തലകറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ കറുത്തമ്മയുടെ കൈ പളനിയുടെ കയ്യിൽ കൊടുക്കേണ്ട ചടങ്ങ് ചെമ്പൻ കുഞ്ഞ് നടത്തുന്ന സമയത്ത് കറുത്തമ്മയുടെ കൈക്ക് എന്തോ ഒരു ബലം വെച്ചതായിട്ട് ചെമ്പൻ കുഞ്ഞിന് തോന്നി. വെറുതെ കൈ വയ്ക്കുക മാത്രമാണ് ചെയ്തത്, കൈ പിടിക്കുന്നുണ്ടായിരുന്നില്ല കറുത്തമ്മ. അപ്പോൾ ആ സമയത്ത് എന്താവും കറുത്തമ്മ ചിന്തിച്ചത് എന്നിങ്ങനെ ഓർക്കുകയാണ്. അപ്പം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ചക്കി ആ സമയത്തും ബോധം കെട്ട് വീണു. ചക്കിക്ക് നല്ലവണ്ണം സുഖമായില്ല. അപ്പോൾ ആ സമയത്ത് ചെമ്പൻ കുഞ്ഞ് വീണ്ടും തുറയിലരയനെ തന്നെ അഭയം പ്രാപിക്കുകയാണ്. സദ്യേൻ്റെ സമയത്തും കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ണാതെ പോയി. പളനിയുടെ ജാതിയെ ചൊല്ലിയായിരുന്നു അവർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയും പളനിയെയും കറുത്തമ്മയെയും ഇവിടെ തന്നെ ഇന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ചെമ്പൻ കുഞ്ഞ് നടത്തുന്നത്. പക്ഷേ തുറയിലരയൻ അത് പറയില്ല എന്ന് പറഞ്ഞു. കാരണം അവർ കല്യാണം കഴിച്ചാൽ അവരുടെ വീട്ടിൽ കൊണ്ടുപോകും എന്നുള്ളത് സാധാരണ പതിവല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ കഴിയില്ല എന്ന് തുറയിലരയൻ പറയുന്നത്. എങ്കിലും അയാൾ തുറയിലരയൻ്റെ കാൽക്കൽ വീഴുകയാണ്. അപ്പോൾ ഊണും മുറുക്കുകയോ കഴിഞ്ഞു അച്യുതൻ അവരെ യാത്രയാക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഇന്ന് തന്നെ പെണ്ണിനെ കൊണ്ടുപോകണമെന്ന് അരയൻ ചോദിക്കുകയാണ്. അപ്പോൾ അതാ ചോദ്യം അപ്രതീക്ഷിതമായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ പിന്നെ ഇവിടെ നിർത്തിയും പോകണമെന്ന് അച്യുതൻ ചോദിച്ചു. അപ്പോൾ വീട്ടിലത്തെ അവസ്ഥ ഇതൊക്കെ ആകുമ്പോൾ അതൊന്നും ശരിയായിട്ട് പോരേ എന്നുള്ള ചോദ്യം വീണ്ടും അരയൻ്റെ അടുത്ത് നിന്നുണ്ടായും. അപ്പം അതിനെ നിങ്ങൾക്ക് അത്ര വാദിക്കാനൊന്നും പറ്റില്ല. കാരണം നിങ്ങളൊരു പെണ്ണ് ഒപ്പല്ലാതെ അല്ലേ വന്ന്, പിന്നെ ഒരു പെണ്ണും കൂടി ഒപ്പല്ലാണ് നിങ്ങളുടെ കൂടെ എങ്ങനെയാണ് പറഞ്ഞയക്കുന്നത് എന്ന് വീണ്ടും ഒരു ചോദ്യം അപ്പോൾ ആ സമയത്ത് അരയൻ്റെ അടുത്തുനിന്ന് വരികയാണ്. അപ്പോൾ ആ പെണ്ണില്ലാത്തവൻ എന്തിനാണ് നിങ്ങൾ പെണ്ണിനെ കൊടുത്തതെന്ന് വീണ്ടും അച്യുതൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതൊരു വാദപ്രതിവാദമായി. അപ്പം അത് പറഞ്ഞപ്പോൾ അച്യുതനൊന്നും മിണ്ടിയില്ല. പിന്നെ പളനിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അച്യുതൻ പളനിയോട് പറഞ്ഞ് എന്തെങ്കിലും തീരുമാനിക്കുക. അപ്പോൾ അയാൾ എന്ത് പറയുന്നു എന്ന് കാക്കൻ കേൾക്കാൻ വേണ്ടി ചെമ്പൻ കുഞ്ഞും കണ്ടു. പളനിക്ക് ആദ്യമൊന്നും പറയാൻ കഴിഞ്ഞില്ല. കുറേ നേരം അയാൾ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോൾ അച്യുതൻ പറഞ്ഞു, ഇങ്ങനെ ആരുമില്ലാത്ത ഒരുത്തൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാര്യത്തിന് വരേണ്ടിയിരുന്നില്ല, ഞങ്ങൾക്ക് ഏതായാലും പോകണം, നീ എന്തെങ്കിലും തീരുമാനിക്കുകയെന്ന് അയാൾ കർശനമായിട്ട് തന്നെ പറഞ്ഞപ്പോൾ പളനി പറഞ്ഞു, എനിക്കിന്ന് പെണ്ണിനെയും കൊണ്ട് പോകണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചെമ്പൻ കുഞ്ഞ് നടുങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ കുഞ്ഞ് ഇന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ചെമ്പൻ കുഞ്ഞ്. അപ്പോൾ അയാൾ എനിക്ക് പെണ്ണിനെ ഇന്ന് തന്നെ കൊണ്ടുപോകണം എന്ന് അയാൾ നിർബന്ധമായിട്ട് പറയണം. ആ സമയത്ത് അയാളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എനിക്കൊരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്. അപ്പോൾ എന്തായാലും അവളെ ഇന്ന് തന്നെ കൊണ്ടുപോകണം എന്ന് അയാളിങ്ങനെ മനസ്സിൽ തീരുമാനിക്കുകയാണ്. പിന്നെ അയാൾ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ അച്യുതൻ അല്ലെങ്കിൽ കൂടെ വന്നവർ സമ്മതിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാളൊന്ന് അവിടെ നിർത്തി പോകുമായിരുന്നു. ഏതായാലും ഇന്ന് തന്നെ കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തിൽ അയാൾ ഉറച്ചു നിൽക്കുക. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പളനിയെ ആണ് അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കാരണം അവൻ വീട്ടിൽ വളർന്നവനല്ല, അവൻ അച്ഛനും അമ്മയൊന്നുമില്ല. അതുകൊണ്ടാണ് അവന് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തതെന്നൊക്കെ വിചാരിച്ചപ്പോൾ ആ സമയത്ത് തുറയിലരയും പറയേണ്ടത്, നീ പെണ്ണിനെ വിളിക്കുക, അവളോട് ചോദിക്കുക, അല്ലാണ്ട് അവൾ തീരുമാനിക്കട്ടെ പോണോ പോണ്ടേന്ന് പറയുന്നുണ്ട്. അത് അച്യുതനും ആ പോകാൻ വഴി നിർദ്ദേശിച്ചു. അവളാണല്ലോ തീരുമാനിക്കുന്നത്, നീ ഒരു ശാപം വെക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ അത് ചെമ്പൻ കുഞ്ഞിനൊരു ആശ്വാസമായി. കറുത്തമ്മ എന്തായാലും അവിടുന്ന് അപ്പോൾ പോകണമെന്ന് പറയില്ല എന്നാണ് അയാൾ വിചാരിച്ചത്. അപ്പോൾ കറുത്തമ്മ അടുത്ത അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് അവൾ വന്നു. അപ്പോൾ ആ സമയത്ത് അരയൻ തന്നെ അവളോട് ചോദിച്ചു, നീ ഇപ്പോൾ എൻ്റെ കൂടെ പോകുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞാൽ ചെറുക്കൻ്റെ കൂടെ പോകണം തന്നെയാണ്, പക്ഷേ അമ്മയ്ക്ക് ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഒന്നും പറയാണ്ട് വീണ്ടും ചക്കിയെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് കാര്യമെന്ന് ചക്കി ചോദിച്ചു. അപ്പോൾ ഞാൻ പോകണില്ല അമ്മയെന്ന് അവൾ ചക്കിയോട് പറഞ്ഞു. ചക്കിയെ സമ്മതിച്ചില്ല. ചക്കിയും പറഞ്ഞു, എൻ്റെ മകൾ പോകണം, അല്ലാതെ അവൾ ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് ചക്കിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ചക്കി എൻ്റെ മോള് ചെന്ന് പറ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ ചക്കിയുടെ ശരീരം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചക്കി ചോദിക്കുന്നുണ്ട്, നിനക്ക് നാലാം വേദക്കാരനെ പിരിയാൻ വയ്യ അല്ലേ എന്നും. അപ്പോൾ ആ സമയത്ത് കറുത്തമ്മയ്ക്ക് എവിടുന്ന് ഒരു ശക്തി വന്ന് അവൾ നേരെ ചെന്ന് പറയുകയാണ്, ഞാൻ പോവുകയാണെന്ന്. അപ്പോൾ അമ്മയും മകളും കെട്ടിപ്പിടിച്ചു. കറുത്തമ്മ ചെമ്പൻ കുഞ്ഞിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചെങ്കിലും അയാൾ അവളെ നോക്കിയതേ ഇല്ല. അയാൾ അവളെ അനുഗ്രഹിച്ചതുമില്ല. ചക്കി അവളെ അനുഗ്രഹിച്ചു. അവൾ പോണത് കാണാൻ വേണ്ടി തല ഉയർത്തി നോക്കിയ ചക്കിക്ക് തല ഉയർത്തി പിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തന്നെ തല വീണു. അപ്പോൾ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങൾ ചക്കിയെ അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-15 ആണുങ്ങൾ മുമ്പിലും അവൾ പിന്നിലുമായിട്ട് കറുത്തമ്മ അങ്ങനെ നടന്നു നീങ്ങി. അപ്പം അങ്ങനെ പോയി. നല്ല പെണ്ണ് കണ്ണീരോടെ ചക്കിയുടെ
തല ഇങ്ങനെ താങ്ങി പിടിച്ചു. അപ്പോൾ പല്ല് കടിച്ചുകൊണ്ട് ചെമ്പൻ കുഞ്ഞ് പറഞ്ഞു അവൾ എൻ്റെ മോളല്ല. അപ്പോൾ കണ്ണീരോടെ പഞ്ചമി വിളിച്ചു ചാച്ചിന്ന്. ചക്കിയുടെ അടുത്ത് നല്ലവണ്ണം കാളിക്കുഞ്ഞും ഉണ്ട്. കറുത്തമ്മ അവളുടെ ഭാവിയിലേക്ക് പോകുന്നത് അതെങ്ങനെയായിരിക്കും, അപകടത്തിൽ ചെന്ന് പെടുമോ എന്നൊക്കെ അവർക്കൊക്കെ ഭയങ്കര ആശങ്കകളുണ്ട്. അപ്പോൾ ആരും അവളെ കുറിച്ച് പ്രാർത്ഥിച്ചില്ല. അവളും പ്രാർത്ഥിച്ചില്ല. ഒരു പക്ഷേ പരീക്കുട്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ആ കടപ്പുറത്തിന് സുപരിചിതയായിരുന്ന കറുത്തമ്മ അങ്ങനെ പോയി. ഇനിയും ആ ഗാനം അവിടെ പരന്നൊഴുകുമായിരിക്കും, പക്ഷെ കേൾക്കാൻ ആളുണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അധ്യായം അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഭാഗം 1 ചെമ്മീൻ്റെ ഭാഗം 1 അവിടെ അവസാനിക്കുകയാണ്. 1 മുതൽ 10 അധ്യായം വരെയുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കറുത്തമ്മയുടെ ബാല്യം മുതൽ വിവാഹം വരെയുള്ള കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു. ഇനി കറുത്തമ്മയുടെ ജീവിതത്തിൻ്റെ 2-ാം അധ്യായം, അതാണ് ഭാഗം 2 അവതരിപ്പിക്കുന്നത്.